നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ ഇപ്പോൾ പണിയൊന്നുമില്ലാതെ ഇരിപ്പാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച അവസരത്തിൽ കോൺഗ്രസിൽ അന്ന് അംഗമായിരുന്ന പത്മജ വേണുഗോപാലും കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന് കിട്ടാമായിരുന്ന വോട്ട് ബി.ജെ.പിക്ക് വേണ്ടി മറിച്ചോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആയിരിക്കുന്ന അവസരത്തിൽ അന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസിലുണ്ട്. എന്നാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് പൂങ്കുന്നത്ത് നിന്നൊക്കെ നിരവധി വോട്ടുകൾ മറിച്ചു കൊടുത്തതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിന് ബി.ജെ.പി നേതൃത്വം ഒരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും നൽകുന്നില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട്. പത്മജ അസ്വസ്ഥയാണ്. പത്മജയ്ക്ക് സ്ഥാനമാനങ്ങളില്ലാതെ ഇരിക്കാൻ കഴിയില്ല. പത്മജയെ ബി.ജെ.പി ഒതുക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പത്മജയ്ക്ക് അവർ ആഗ്രഹിക്കുന്ന സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പത്മജ വേണുഗോപാലിനെ ഇത്തരത്തിൽ വിമർശനങ്ങൾ അവർക്ക് നേരെ ഉന്നയിക്കുന്നത് ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ ഈ അടുത്തിടെ തൃശ്ശൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം കെ സുരേന്ദ്രനെയും വെല്ലുവിളിക്കുന്നു. കെ സുരേന്ദ്രന് ചുണയുണ്ടെങ്കിൽ തൃശ്ശൂർ അദ്ദേഹം മത്സരിക്കട്ടെ. അതായത് കള്ളവോട്ട് ചെയ്തു എങ്കിൽ കള്ളവോട്ട് ചെയ്ത് തെളിയിക്കൂ, ഇല്ലെങ്കിൽ നീയൊക്കെ പോയി തൂങ്ങിച്ചാകൂ എന്നൊക്കെയുള്ള സുരേന്ദ്രന്റെ പരിഹാസപ്പെടുത്തത്തക്ക രീതിയിലുള്ള തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വിജയം കള്ളവോട്ട് കൊണ്ടാണ് നേടിയത് എന്നുള്ള വോട്ടേഴ്സ് ലിസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ടി.എൻ. പ്രതാപനും അനിൽ അക്കരയും ഒക്കെ പുറത്തുവിട്ട വാർത്തകൾക്ക് അതിനെല്ലാം തിരിച്ചു മറുപടി എന്ന രീതിയിൽ സുരേന്ദ്രൻ പരിഹാസ രൂപേണയാണ് പറഞ്ഞത്. കള്ളവോട്ട് ചെയ്തെങ്കിൽ തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാകിനട എന്ന് ഇങ്ങനെ പരിഹാസ രൂപേണ സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രനുള്ള മറുപടി സന്ദീപ് വാര്യർ പറയുന്നു, നിങ്ങൾ പണ്ട് മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോൾ 10,000 വോട്ടല്ലേ നിങ്ങൾ മഞ്ചേശ്വരത്ത് ചേർത്ത്, അത് നിങ്ങൾ കേസായതും കോടതിയിൽ കയറി ഇറങ്ങിയതും സുരേന്ദ്ര നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. തൃശ്ശൂര് അങ്ങനെ കള്ളവോട്ട് ചേർത്തതിന്റെ നിരവധി തെളിവുകൾ സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. അതായത് ചാലക്കുടി, ആലത്തൂര്, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരവധി വോട്ടുകൾ ഈ പറയുന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് ജയത്തിനായി ഇവിടെ കൊണ്ട് ചേർത്തില്ലേ എന്ന് സന്ദീപ് വാര്യർ ചോദിക്കുന്നു. നാം തുടക്കത്തിൽ സംസാരിച്ചത് പത്മജ വേണുഗോപാലിനെ കുറിച്ച് ആണെങ്കിൽ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ മറുപടി കൂടെ സന്ദീപ് വാര്യർ പറയുകയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിങ്ങളെ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു കൊണ്ടുപോയ ബി.ജെ.പി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടത്തിയത്. നിങ്ങൾ കോൺഗ്രസിൽ ഇരുന്ന അവസരത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാതെ ബി.ജെ.പിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചു കൊടുത്തത് നിങ്ങൾ മറന്നു പോകരുത് എന്നിങ്ങനെ സന്ദീപ് വാര്യർ അവർക്ക് പത്മജയ്ക്ക് മറുപടി നൽകുന്നു. ഏതായാലും പത്മജ വേണുഗോപാലിന് സ്ഥാനമാനങ്ങളില്ലാതെ ഇരിക്കാൻ കഴിയില്ല. പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കും വന്ന് ഇരുവരും തമ്മിലുള്ള വാക്പയറ്റ് നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മറ്റൊന്നുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. തൃശ്ശൂര് സന്ദീപ് വാര്യർ ആണ് മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു വേള ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, ശോഭാ സുരേന്ദ്രനെ ഞങ്ങൾ തൃശ്ശൂര് ഇറക്കുമെന്ന്. സുരേന്ദ്രനെ സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എന്തിന് ഇങ്ങനെ ശോഭാ സുരേന്ദ്രനെ ജയിക്കും എന്ന് അവർ കരുതുന്ന സീറ്റുകളല്ലാതെ അവരെ എന്തിനിങ്ങനെ നിങ്ങൾ ബലിയാടാക്കുന്നു? അല്ലയോ സുരേന്ദ്ര, നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ മത്സരിക്കൂ എന്നാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ തൃശ്ശൂർ തന്നെയുള്ള ഒരു പൊതുയോഗത്തിൽ സുരേന്ദ്രനെ വെല്ലുവിളിച്ചത്. ശോഭാ സുരേന്ദ്രനെ എന്തിനിങ്ങനെ ബലിയാടാക്കണം എന്ന് സന്ദീപ് വാര്യർ ചോദിക്കുന്നു. ഏതായാലും കോൺഗ്രസിൽ നിന്ന് പോയി പത്മജ വേണുഗോപാലിന് ഇനിയും അവർക്ക് വേണ്ട അർഹമായ ഒരു സ്ഥാനം ബി.ജെ.പി അവർക്ക് നൽകിയിട്ടില്ല. അതിൽ അവർ വളരെയധികം വിഷമത്തിലാണ്. അവർക്കിനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുക്കുമോ, വട്ടിയൂർക്കാവിൽ അവരുടെ ജ്യേഷ്ഠ സഹോദരനെതിരെ മത്സരിക്കാൻ നിർത്തുമോ, അങ്ങനെ ഒരു പരീക്ഷണം അവരുടെ മുന്നിലേക്ക് ബി.ജെ.പി വെക്കുമോ എന്നുള്ളത്, അങ്ങനെ വെക്കും എന്ന വാർത്തകളും കേൾക്കുന്നു. ഏതായാലും സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും പത്മജ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കും പോയി ഇരുവരും തമ്മിലുള്ള ടക്കഫോറും, അതിനിടയിലേക്ക് സുരേന്ദ്രന്റെ വെറുതെ ഉള്ള വാക്പയറ്റും. ഏതായാലും രാഷ്ട്രീയ കേരളം ചൂടുപിടിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ വരാൻ പോകുന്ന 8 മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം പ്രത്യേകിച്ച് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി കൂടുമാറിയവരും അതിൽ തന്നെ നിൽക്കുന്നവരും ഒക്കെ തമ്മിലുള്ള വാക്പയറ്റ്, ചൂടേറിയ ചർച്ചകൾ ഇനിയും അങ്ങോട്ട് നമുക്ക് തുടർന്നും കേൾക്കാം.